കിഴക്കേപ്പാടം എന്ന അതിമനോഹരമായ ഗ്രാമം. ടുണ്ടു ടുണ്ടുടുടു ടുണ്ടു ടുണ്ടുടുടു. ചുമ്മാ പറഞ്ഞാണ്. ഇത് ചതിക്കാത്തതിന്റെ കഥ പറയാൻ വന്നതല്ല. തൊടുപുഴയിൽ നിന്നും പടിഞ്ഞാറേക്കോടുക്കുള്ള റൂട്ടിൽ ഒരു 8 കിലോമീറ്റർ പോകുമ്പോൾ ചെറുതോട്ടുങ്കര സിറ്റിയിലെത്തും. അവിടെ നിന്നും ഇടത്തോട്ട് ഏഴല്ലൂർ നരസിംഹസ്വാമി ധർമ്മശാസ്താ ക്ഷേത്രത്തിന്റെ ആർച്ച് വഴി 800 മീറ്റർ ഉള്ളിലേക്ക് പോകുമ്പോണ്ടല്ലോ അവിടെ ഒരു ജംഗ്ഷൻ വരും. അവിടെ നിന്ന് 100 മീറ്റർ വലത്തോട്ട് പോയാൽ മുകളിലേക്ക് ഒരു കോൺക്രീറ്റ് വഴിയുണ്ട്. ഇത് വഴി കയറി ഒരു കയറ്റമാണ്. ആ കയറ്റം തീരുമ്പം നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് എത്തും. അവിടെ നിന്ന് നമ്മൾ ആനപ്പാറയിലേക്ക് കയറാൻ വേണ്ടി പോകും. ആനപ്പാറയിലേക്കുള്ള വഴി കേട്ടോ ഞാൻ ഇത്രയും വ്യക്തവും വൃത്തിയുമായി പറഞ്ഞു തന്നത്. അവിടെ നമ്മൾ റൈറ്റ് കയറി മല കയറാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആനപ്പാറയിലേക്ക് കയറാം. രാവിലെ പോകണമായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ട് വലിയ എന്തായാലും കുഴപ്പമില്ല, അടിപൊളി ഒരു വ്യൂ കാണാൻ പറ്റി. എനിക്ക് എഴുന്നേക്കാൻ താമസിച്ചു പോയതുകൊണ്ടാണെന്ന് വേണേൽ പറയാം. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും കുറച്ച് താമസിച്ചു, ഒരു 8:30 അപ്പോഴത്തേക്ക് ഇവിടെ ഉണ്ടായിരുന്ന മേഘവും ഇല്ല, മഞ്ഞും ഇല്ല, തണുപ്പും ഇല്ല, എല്ലാം പോയി. ജനുവരി ഡിസംബർ ഒക്കെ സമയത്താണ് വരുന്നെങ്കിൽ അടിപൊളി ആയിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ അടുത്തുള്ള ആളെ പോലും കാണാൻ പറ്റില്ല. ഈ പാറയ്ക്ക് വലിയൊരു കഥയുണ്ട്. ആ കാണുന്നത് ഭീമൻ ചേന പുഴുങ്ങിയ പാറയാട്ടോ. ഈ ഭീമൻ അങ്ങനെ എവിടെ പാറ കണ്ടാലും അപ്പോൾ പോയി അതിനകത്ത് ചേന പുഴുങ്ങും. ഈ തൊടുപുഴയിൽ തന്നെ വേറൊരു പാറയുണ്ട്, ഓറോപ്പാറ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ പോയി നോക്കണം. അതും ഇതുപോലെ തന്നെയാണ്. അതിന്റെ മുകളിലൊരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമൊക്കെ ഉണ്ട്. അവിടെയും കുറച്ച് പാറയുണ്ട്, അല്ല കല്ലുകൾ എടുത്ത് വെച്ചിട്ട് ഭീമൻ ചേന പുഴുങ്ങിയിട്ടുണ്ട്. ഭീമനെ കൊണ്ട് ഞാൻ മടുത്തു. അത് കഴിഞ്ഞ് ഈ പാറയ്ക്ക് വേറൊരു കഥ എന്ന് പറഞ്ഞാൽ ഈ ഏഴല്ലൂർ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം ഉണ്ടല്ലോ, ആ ക്ഷേത്രം പണ്ടൊരു ആന അത് കുത്തി നശിപ്പിച്ചിട്ട് ആ ആന നടന്ന് ഈ പാറ കയറി വന്നിട്ട് ഇവിടെ ഇരുന്ന് കല്ലായി പോയി എന്നാണ് പറയണേ. അപ്പോൾ ആനയുടെ ഷേപ്പിലുള്ള ഒരു വലിയൊരു പാറക്കല്ല് ഇവിടെ ഉണ്ട്. അത് കാണാൻ പോകാൻ ഞങ്ങൾക്ക് പറ്റിയില്ല, കാരണം അവിടെ കുറച്ച് കാട് മൂടിയിട്ട് ആ ഏരിയയിലേക്ക് ഞങ്ങൾക്ക് പോയില്ല. കുറച്ചുകൂടെ സീസണായി ആളും ബഹളമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പോയി അത് കാണാൻ പറ്റും. ഇപ്പോൾ പാറ മാത്രം ജസ്റ്റ് കയറിയിട്ട് പോന്നു, അതിൻ്റെ കൂടുതൽ നമുക്ക് പോകാൻ പറ്റില്ല. അമ്മാവൻ്റെ ഫാമിലിയുടെയും കൂടെയാണ് ഇപ്രാവശ്യം ഞാൻ പോയത് കേട്ടോ. അമ്മാവൻ്റെ മോന് ശ്രീകുട്ടനാണ് എനിക്ക് ഇപ്രാവശ്യം വീഡിയോ ഒക്കെ എടുത്ത് തന്നത്. അതുകൊണ്ടാണ് എൻ്റെ ഫുൾ ഫിഗർ തന്നെ വീഡിയോയിൽ ഇഷ്ടം പോലെ വന്നത്. അല്ലെങ്കിൽ നോർമലി എൻ്റെ വീഡിയോസിൽ ഞാൻ വരാറില്ല, കാരണം ഞാൻ തന്നെയാണല്ലോ ക്യാമറാമാൻ. അപ്പോൾ നല്ല ഭംഗിയാട്ടോ അവിടെ പോയി ഇങ്ങനെ ഇരുന്ന്. ആരും ഇല്ല അവിടെ എങ്ങും. ഇപ്പോൾ സീസണൊന്നും അല്ലാത്തതുകൊണ്ട് നല്ല രസം അവിടെ ഇരുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് കുറേ നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി പോകുന്നത്. പിന്നെ കൊച്ചിന് കാണാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അല്ല, പിള്ളേർക്ക് കാണാൻ വല്ല ആനിമൽസിനെയൊക്കെ ഉള്ളത് വേണമല്ലോ. നമ്മളെപ്പോലെ മല കണ്ടാലും മഞ്ഞ് കണ്ടാലും എൻ്റെ കൊച്ചിന് ഇഷ്ടാവാറില്ല. അതിനിടയ്ക്ക് പറയാൻ മറന്നു, ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ ഈ ആനപ്പാറയിലേക്ക് പോകാനായിട്ട് വേറൊരു വഴിയും കൂടെ ഉണ്ട്. ഏഴല്ലൂർ വഴിക്ക് നമുക്ക് ഇങ്ങോട്ട് പോകാം കേട്ടോ. 4 വീൽ വാഹനമുള്ളവർക്ക്, അതായത് ഓഫ് റോഡ് വണ്ടി കയറുന്നവർക്കൊക്കെ ഈ വഴി ഈസി ആയിട്ട് കയറാം. പാറ വരെ നടന്നു കയറേണ്ട ആവശ്യമൊന്നുമില്ല, വണ്ടി മുകളിൽ വരെ എത്തും. അപ്പോൾ ആ വഴി പോകുന്നവർക്ക് ചെറുതോട്ടുംകര കപ്പിലാം ചുവട് വെയിറ്റിംഗ് ഷെഡിന്റെ അവിടുന്ന് കോൺക്രീറ്റ് വഴി കയറിയും ആനപ്പാറയിൽ എത്തിച്ചേരാം. ഞാനിത് എഴുതിയെടുത്ത് വായിക്കുന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു അച്ചടി ഭാഷയായി പോയത്. അച്ചടി ഭാഷയാണോ എന്താണല്ലോ, എനിക്ക് അമ്മാവൻ നല്ല വ്യക്തവും ശക്തവുമായി എനിക്ക് എഴുതി തന്നിട്ടുണ്ട് പേപ്പറിൽ. അതുകൊണ്ടാണ് ഇത് അങ്ങനെ വായിച്ചപ്പോൾ ആയിപ്പോയത്. എനിക്ക് പിന്നെ റൂട്ട് പഠിക്കാൻ ഞാൻ ഇച്ചിരി പുറകോട്ടെ, എനിക്ക് പെട്ടെന്ന് ഓർത്തിരിക്കില്ല. അതുകൊണ്ട് എനിക്ക് അമ്മാവൻ എഴുതി തന്നിട്ടുണ്ട്. അമ്മാവനായിരുന്നു ഇപ്രാവശ്യം ഫുൾ സപ്പോർട്ട്. പിന്നെന്താ, അവിടുന്ന് ഞങ്ങൾക്ക് കുറച്ച് പുല്ല് കിട്ടി. ഈ പുല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് ചൂലുണ്ടാക്കുന്നതാണ് അമ്മായി പറഞ്ഞത്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കൂലേ പുൽച്ചൂല്, അതിന്റെ പുല്ലാന്നാട്ടോ പറഞ്ഞത്. അതുകൂട്ടൊക്കെ കുറെ പറിച്ചോണ്ട് ഇങ്ങ് പോന്നു. ആകെ ഉണ്ടായിരുന്നൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ കൊച്ചു താഴെ നിൽക്കുന്നൊരു പരിപാടി ഇല്ലായിരുന്നു. ഇവള് താഴെ നിൽക്കൂല. പിന്നെ ഹസ്ബൻഡും ഇല്ലായിരുന്നു. ഹസ്ബൻഡ് ഉണ്ടായിട്ടും കാര്യമില്ല, പുള്ളിയുടെ കയ്യിൽ പോകൂല, എപ്പോഴും എൻ്റെ കയ്യിൽ തന്നെയാണ്. അതാണ് ആകെ ഒരു ബുദ്ധിമുട്ട് പാറ കയറുമ്പോൾ. വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ ഹാപ്പി ആയിട്ട് പാറ കയറി തിരിച്ചിറങ്ങി. പിന്നെ അമ്മാവൻ്റെ ഫാമിലിയുടെയും കൂടെ ആയിരുന്നു ഇപ്രാവശ്യം ദീപാവലി സെലിബ്രേഷനൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തൊടുപുഴ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആനപ്പാറ, ഓറോപ്പാറ ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്യണം. അതൊക്കെ തൊട്ടടുത്താണ്, തൊടുപുഴ ടൗണിന് തൊട്ടടുത്തായിട്ടുള്ള സ്ഥലങ്ങളാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ചാനലിനകത്ത് കുറച്ച് ക്രാഫ്റ്റ് വീഡിയോസ്, പിന്നെ കുറച്ച് പ്രൊഡക്റ്റ് റിവ്യൂ, മീഷോയുടെ ഫ്ലിപ്കാർട്ടിന്റെ ഒക്കെ റിവ്യൂസ് ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ പറയാൻ പറഞ്ഞു, ഇവിടെ ഒരു കടുവാ ഗുഹയും കൂടെ ഉണ്ട്. അത് പുല്ല് കയറി കിടക്കണ കാരണം ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ടേക്ക് കെയർ, ബൈ, സി യു, ടാറ്റാ.